റിപ്പോർട്ടർ ടിവിയുടെ ക്യാമ്പയിൻ ഗവർണർ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. നമ്മളോട് പ്രതികരണം അദ്ദേഹം നടത്തിയിരുന്നു. ഇതിൻ്റെ വേരറുക്കണം എന്നാണ് നമ്മുടെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞിരിക്കുന്നത്. DGPയുമായിട്ടുള്ള കൂടിക്കാഴ്ചയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വളരെ ഗൗരവത്തിൽ ഈ വിഷയം എടുത്തിട്ടുണ്ട് ഗവർണറും, അല്ലേ സുനിഷ? ഉറപ്പായിട്ടും അരുൺ, അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ ക്യാമ്പയിൻ തുടങ്ങിയതിനു ശേഷം ഗവർണർ പ്രതികരിച്ചതും അങ്ങനെയായിരുന്നു. വളരെ നല്ല രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ മാധ്യമങ്ങൾ ചെയ്യുന്നു എന്നത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായി ഇടപെടൽ നടത്താൻ അവരുടെ ഭാഗത്തു നിന്നും ശ്രമിക്കുമെന്നുള്ളത് കൂടി അന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ DGPയോട് ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ, കർമ്മ പദ്ധതി ആവശ്യപ്പെട്ടുകൊണ്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും എങ്ങനെയാണ് ലഹരി വ്യാപനം തടയാൻ ഇതുവരെ എടുത്ത നടപടികൾ എന്തൊക്കെയാണ്, നിലവിലെ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ് എന്നതടക്കം നിർദ്ദേശമായി നൽകാനാണ് ഗവർണർ DGPയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. DGP കൃത്യമായി തന്നെ ഈ വിവരങ്ങൾ ഗവർണർക്ക് കൈമാറുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുമായും ഗവർണർ കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതാണ്. അതായത് ഈ സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയാൻ എന്തൊക്കെ നടപടികൾ നടത്താം. നമ്മൾ ഈ ലഹരിക്കെതിരായ ഒരു ക്യാമ്പയിൻ നടത്തിയപ്പോൾ തന്നെ നിരവധി ആളുകൾ ഇതിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു. അതിൽ തന്നെ എത്രത്തോളം ലഹരി ഇങ്ങനെ ഓരോ വിഭാഗങ്ങളിലായി കീഴടക്കിയിട്ടുണ്ട് എന്നത് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിനെ കാര്യഗൗരവമായി തന്നെ എടുത്തുകൊണ്ടുള്ള കേന്ദ്ര കർമ്മ പദ്ധതികൾ ഉണ്ടാക്കിക്കൊണ്ട് ഇതിലൊരു ഈ വ്യാപനം തടയാൻ, ലഹരി ഉപയോഗം തടയാൻ അത്തരത്തിലൊരു പദ്ധതികൾ രൂപീകരിക്കുന്നത്. അതിനിടയിൽ തന്നെ ഇന്ന് VC-മാരുമായും യോഗം വിളിച്ചിട്ടുണ്ട്. ക്യാമ്പസുകളിലെ ലഹരി ഉപയോഗം തടയാൻ എന്തൊക്കെ നടപടിയെടുക്കാമെന്ന് VC-മാരും ഇന്ന് കർമ്മ പദ്ധതി നൽകും. അങ്ങനെ എല്ലാ തരത്തിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഹരി വ്യാപനം തടയാൻ, ലഹരി ഉപയോഗം തടയാനായി എന്തൊക്കെ നടപടികൾ എടുക്കാമോ അതൊക്കെ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഈ മഹാവിപത്തിന്റെ വേരറുക്കണം. റിപ്പോർട്ടർ ടിവിയുടെ ക്യാമ്പയിൻ വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് തുടരുകയാണ്. ഗവർണർ നമ്മളോട് നടത്തിയ പ്രതികരണം, അതിനുശേഷം ഗവർണറും ഈ കാര്യം വളരെ ഗൗരവമായി തന്നെ പരിശോധിക്കുകയും ഒപ്പം റിപ്പോർട്ടൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജാഗ്രതയോടെ ഇരിക്കുക. നമ്മുടെ യുവജന സംഘടനകളും ക്ലബ്ബുകളുമെല്ലാം നമ്മുടെ ഈ ക്യാമ്പയിൻ ആവേശപൂർവ്വം ഏറ്റെടുക്കുന്നു എന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇന്നലെയൊക്കെ എറണാകുളത്ത് ഈ പരിസരങ്ങളിലെല്ലാം ക്ലബ്ബുകളൊക്കെ മൈക്കൊക്കെ വെച്ചാണ് അനൗൺസ്മെന്റ് നടത്തിയത്. ലഹരിയുടെ എവിടെയെങ്കിലും വ്യാപനമോ വിപണനമോ നൽകിയാൽ അവരറിയിക്കുന്ന നമ്പറുകൾ നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ ടിവിയും ആ നമ്പർ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് നൽകും. വരുന്ന നിമിഷങ്ങളിൽ ആ നമ്പർ വിളിച്ച് നിങ്ങൾക്ക് അറിയിക്കാം. റിപ്പോർട്ടർ ടിവിയിലേക്ക് അറിയിക്കുന്ന എല്ലാ വിവരങ്ങളും നമ്മൾ അതാത് സമയം എക്സൈസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറുന്നുണ്ട്. പ്രേക്ഷകർ കാണുന്നത് പോലെ നിരവധി കേസുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതും പൂട്ടാൻ ശ്രമിക്കുന്നതും. തീർച്ചയായിട്ടും നമുക്ക് ആ വഴി അടയ്ക്കേണ്ടതുണ്ട്. റിപ്പോർട്ടർ ടിവിയിലേക്ക് നൽകുന്ന വിവരങ്ങൾ പൂർണ്ണമായിട്ടും രഹസ്യാത്മകമായി തന്നെ നമ്മൾ സൂക്ഷിക്കും. നിങ്ങളുടെ ഒരു വിവരവും നമ്മൾ ആരുടെയും മുന്നിൽ പറയില്ല. ധൈര്യപൂർവ്വം നിങ്ങളുടെ വീടിന് തൊട്ടടുത്തോ നിങ്ങളുടെ വീട്ടിനുള്ളിലോ ഒക്കെയുള്ള ലഹരിയുടെ വിവരങ്ങൾ റിപ്പോർട്ടർ ടിവിക്ക് കൈമാറാം.